കുഞ്ഞിലെ എൻ്റെ അമ്മാമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കുട്ടിക്കഥകളിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ള കാര്യമാണ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുള്ള ജീവികളെ മഹർഷി ശപിച്ച് കല്ലാക്കി പാറയാക്കി മാറ്റി എന്നൊക്കെ. അന്നൊക്കെ കഥകൾക്ക് ഒരു ഗുമ്മ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് പറയുന്നതാണെങ്കിലും ഒരറിവ് വെക്കുന്ന പ്രായം വരെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഈ കാണുന്ന കുന്നും മലകളും ഒക്കെ ആരെങ്കിലൊക്കെ ശപിച്ച് ഇങ്ങനെ ആക്കിയിട്ടുള്ളതാണെന്നാണ്. ഇപ്പൊ അങ്ങനെ ശപിച്ച് പാറയാക്കിയിട്ടുള്ള ഓരോ കുഞ്ഞു കുഞ്ഞു പാറ കഷ്ണങ്ങളും കല്ലുകളും ഇതേപോലെ നമുക്ക് ജീവൻ കൊടുത്തെടുക്കാം. പണ്ടെപ്പോഴോ ശാപം കിട്ടി കല്ലായി മാറിയ ഒരു പാവം തേനീച്ചയ്ക്കാണ് ഞാനിപ്പോൾ ജീവൻ കൊടുത്തോണ്ടിരിക്കുന്നത്. എൻ്റെ കൈകളിൽ അതിന് ജീവൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പതുക്കെ ചിറകൊക്കെ മുളച്ച് കൊമ്പൊക്കെ മുളച്ച് അങ്ങനെ നമ്മുടെ തേനീച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തേനീച്ചയുടെ കാര്യം എപ്പോൾ ഓർത്താലും ഞാൻ ഓർക്കണ വേറൊരു കോമഡിയാണ് കേട്ടോ. പണ്ട് ഭയങ്കര വൈറലായിട്ടുള്ളൊരു കോമഡി ആയിരുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ഒറ്റപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ തേനീച്ചക്കൂട്ടിൽ കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആളായി ബഹളായി ആൾക്കാരായി അങ്ങനെ ആകെ കോലാഹലായി ആ ഒറ്റപ്പെടലങ്ങ് മാറിക്കിട്ടും. അങ്ങനെ ഒരു കോമഡി പണ്ടുണ്ടായിരുന്നിട്ടാ. ചളിയാണെങ്കിലും ഓർക്കുമ്പോൾ രസമൊക്കെ ഉണ്ട്.